ആശംസകൾ നേരാൻ മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകൻ സിദ്ദീഖ് ലാലിലെ ശ്രീ സിദ്ദീഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിദ്ദീഖ് നിങ്ങളോട് സംസാരിക്കുന്നു. മലയാള സിനിമയിൽ ഞാനും ലാലും കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകിയത് പാച്ചിക്ക മാത്രമായിരുന്നു. റിയാദിലെ എല്ലാവർക്കും എൻ്റെ ഈദാശംസകൾ. നന്ദി, നമസ്കാരം. അടുത്തതായി നസീബ് എടുത്തെങ്കിലും ഞാൻ കൊണ്ട് ട്രൈ ചെയ്യാണ്. ശ്രീ പ്രേം നസീർ നിങ്ങളോട് ഈദാശംസകൾ പറയും വരുന്നു. ശ്രദ്ധിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റിയാദിലെ എല്ലാവർക്കും എൻ്റെ ഈദാശംസകൾ. മലയാള സിനിമയിൽ എല്ലാ നടിമാരെയും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്നെ ഞാൻ കിട്ടിയിരിക്കും. ഇത് സത്യം സത്യം. അടുത്തതായി ശ്രീ ബാലചന്ദ്ര മേനോൻ. എനിക്ക് തൃപ്തിയായടാ. എടാ, എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ വിങ്ങൽ മനസ്സിലാക്കാൻ നിനക്ക് പറ്റില്ല കുട്ട. എനിക്ക് സത്യം അമ്മയാണ്. റിസഭാവ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു കയ്യിൽ എന്നെയും മറുകയിൽ ആണ്ടോസുമായി അമ്മച്ചി ഒരു കഥ പറയാറില്ലേ? നിധി കാക്കുന്ന ഭൂതത്തിന്റെ കഥ. അതിലെ നിധിയാണ് ഇപ്പൊ അമ്മച്ചിയുടെ കയ്യിൽ. പ്ലീസ് അതിങ്ങ് തന്നേക്കാൻ പറ്റി തരില്ല അല്ലേ? ജാക്സൺ, ക്യാരി ഓൺ. മലയാള സിനിമയിലെ സ്വഭാവതടൻ മുകേഷ്. അളിയൻ ഇതുവരെ പോയില്ലേ? മാലുവിനറിയോ, ഞാൻ ഇന്നലെ ഒരു പോളക്കൊണ്ട് ഉറങ്ങില്ലേ? എന്തോന്ന്? എടാ ബാലകൃഷ്ണ, നീ ഒറ്റ അക്ഷരം മിണ്ടരുത്. അതെന്റെ അമ്മ തന്നെ ആടാ. മാമു കോയ. അടുത്ത ശ്രീ മാമു കോയ. നീ എനിക്ക് ലവിംഗ് സ്റ്റാർ ഇണങ്ങും പിണങ്ങും കിലുക്കാൻ പെട്ടി. അല്ലോ അമ്മക്ക് കിട്ടി പടച്ചോനെ. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. വളരെ വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ റിയാദിലെ എല്ലാവർക്കും എന്റെ ഈദാശംസകൾ. ഈദാശംസകൾ. കെ പി ഉമ്മർ. വയതിൽ തുറക്കാനാ പറഞ്ഞത്. വയതിൽ തുറന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഓർമ്മയിരിക്കട്ടെ. അടുത്ത പ്രേംകുമാർ. അടുത്തായി ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. പ്രേംകുമാർ നിങ്ങൾക്ക് ഒരു ഈദാശംസകൾ നേരാൻ വരുന്നു. ശ്രദ്ധിക്കും. റിയാദിലെ സുന്ദരികളെ സുന്ദരന്മാരെ, എല്ലാവർക്കും എന്റെ ഈദാശംസകൾ. അമ്മാവനൊയ്യോ, അമ്മ കുട്ടിക്ക് ഞാനൊരു പ്രേമദാനം കൊടുത്തതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തള്ളിച്ചതച്ചിട്ട് ഇന്ന് ഒരു വർഷമായി. ബിജുക്കുട്ടൻ എനിക്ക് അറിയത്തില്ല. അടുത്ത ഒരു സ്റ്റാറിനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ശ്രീ അനൂപ് ചന്ദ്രൻ അറിയാമോ?
അളിയ ആ സെക്കൻഡ് ബികോമിലെ പെണ്ണും ഞാനും തമ്മിൽ ലവ് അളിയ. അവൾക്ക് എന്നെ അറിയാമോന്നറിയില്ല. 2 വർഷമായി ഞാൻ അവളെ പ്രേമിക്കും അളിയ. താങ്ക് യു